മാൽവേലിൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക് എൻ്റെ തിരുവോണാശംസകൾ. കുറച്ചു മുമ്പ് മാഷ് മനോഹരമായ ഒരു ഓണ സന്ദേശം നിങ്ങൾക്ക് തന്നു. മറുനാട്ടിൽ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് നമുക്ക് സന്ദേശം തന്നപ്പോൾ കേരളത്തിൽ നടന്ന ഒരു പ്രസംഗമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എം ബെൽ എന്ന് പറയുന്ന ആൾ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം. ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി വന്നു. 1, 2, 3, 4 ആദ്യത്തെ ആളെ വെടിവെച്ചു വന്നു, രണ്ടാമത്തെ ആളെ തല്ലിക്കൊന്നു, മൂന്നാമത്തെ ആളെ കുത്തിക്കൊന്നു. മനസ്സിലായില്ലേ? ആദ്യത്തെ ആളെ വെടിവെച്ചു വന്നത്, രണ്ടാമത്തെ ആളെ കുത്തിക്കൊന്നത്. ഞങ്ങൾ ഇനിയും കൊല്ലും. ജനാധിപത്യ രാജ്യത്ത് നടന്ന ഒരു പ്രസംഗമായിരുന്നത്. ബാക്കിലേക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. TV ഓൺ ചെയ്താൽ, ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് TV ഓൺ ചെയ്താൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. കൊടിസുനി എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ പാർട്ടിയുടെ അംഗമല്ല. അങ്ങനെ ഒരാള് ഇവിടുത്തെ മാധ്യമ പത്രക്കാര് ഞങ്ങളുടെ പാർട്ടിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. കുലകുത്തികൾ എന്നും കുലകുത്തികൾ തന്നെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു ചാനൽ ഓൺ ചെയ്താൽ അതേ പാർട്ടിയുടെ മറ്റൊരു നേതാവ് പറയും, മരിച്ചുപോയ സഖാവ് ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. വലിയ പ്രദേശത്ത് നടന്ന ചില സംഭവങ്ങൾ കുലകുത്തികളെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ അതിനൊരു പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് മരിച്ചുപോയ സഖാവ് നല്ല ഒരു സഖാവായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തില് ഒരു ഹോസ്പിറ്റലില് 2-3 നേഴ്സുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചു. പ്രതികരണം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ UDF ഗവൺമെന്റ് ഇതെല്ലാം കാണുന്നുണ്ട്, ഞങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് UDF ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ നഴ്സിംഗിന് അഡ്മിഷൻ വേണമെങ്കിൽ കരാട്ടയും കുംഫുവും കളരിപ്പയറ്റും പഠിക്കണം. കാരണം മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നുള്ള ക്രൂരമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ UDFന് മറ്റൊരു മാർഗവുമില്ല. നല്ല കയ്യിൽ കിട്ടിയാൽ കൊള്ളാം. ഇപ്പോ നമ്മൾക്ക് സിനിമാക്കാരെയൊക്കെ നമ്മൾ പരിചിതരായിട്ടുള്ളത് TV ലാംഗ്വേജാണ്. ആദ്യമായിട്ട് TV പ്രോഗ്രാം സഞ്ചാരം. മാൽവേണിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തൂടെ ഞങ്ങളുടെ കാർ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാറിന് പുറത്തേക്ക് നോക്കുമ്പോൾ അമ്പരചുംബികളായ 2 നില കെട്ടിടങ്ങൾ കാണാം. കാറിന്റെ ഡ്രൈവർ ഫ്രെഡി മിടുക്കനാണ്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് ഞങ്ങളോട് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ ചെന്ന് വിവരമുള്ളവരോട് ചോദിച്ചപ്പോഴാണ് അത് ഞങ്ങളെ തെറി വിളിച്ചതാണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ മറ്റൊരു പരിപാടി, കണ്ണാടി. ഗോപകുമാർ അവതരിപ്പിക്കുന്ന കണ്ണാടി. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണാടി അവതരിപ്പിക്കുന്നത് ഓണത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. ഓണം വരവായി. കേരളത്തിൽ ബിവറേജസ് കോർപ്പറേഷന് മുമ്പിലെ ക്യൂ കൂടി വരുന്നു. ഓണം എന്ന് പറയുന്നത് ബിവറേജസ് കോർപ്പറേഷന്റെ ഭാഗ്യകാലമായി മാറുന്നു. മാവേലി എന്നത് ഭാഗ്യചിഹ്നവും. എന്നാൽ ഇവിടുത്തെ കുടിയന്മാർക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. വർഷത്തിലൊരിക്കൽ മഹാബലി തമ്പുരാൻ പറഞ്ഞത്, ഒരു കുപ്പി കള്ള് കുഴിന് കൊടുത്തില്ലെങ്കിൽ നമ്മളെന്ത് കുഴിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങളോട് വളരെ നികൃഷ്ടമായിട്ടാണ് പെരുമാറുന്നത്. ഗവൺമെന്റ് ഇത് കാണുന്നുണ്ടോ ആവോ? കണ്ടാൽ തന്നെ കണ്ണടച്ച്
ചിലവഴിക്കും. ഈ പ്രശ്നത്തിന് എത്രയും വേഗം ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നമുക്ക് ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റുകളാണോ എല്ലാം നടത്തുന്നത്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഓണം ഒരു ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. അമ്മ എന്ന താരസംഘടന ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് അമ്മ എന്ന താരസംഘടന അവതരിപ്പിക്കുന്ന ഓണപരിപാടി കാണാം. ഇത് ആങ്കർ ചെയ്യുന്നത് ലാലു ലക്സ് ആണ്. അമ്മ എന്ന താരസംഘടനയുടെ ഓണപരിപാടി ആരംഭിക്കുക. എടോ നാരായണൻകുട്ടി, തല മൈക്കൊന്ന് ചെക്ക് ചെയ്തേടോ. ഹലോ ചെക്ക്, ഹലോ ചെക്ക്. കൂലി കഴിഞ്ഞു എട്ടിൽ നിൽക്കുന്ന ഇവിടെ ഒരു പരിപാടി ഉള്ളതാണ്. തെറ്റിരിക്കണ്ട കൊച്ചി പൂണ്ടിരിക്കൽ നിൽക്കണ അമ്മച്ചി മാപ്പണമ്മച്ചി മാപ്പ്. എടോ നാരായണൻകുട്ടി, അത് മാപ്പും കോപ്പൊന്നുമല്ല, അത് പൂക്കളത്തിന്റെ ഫ്ലെക്സ് ആണ്. പൂക്കൾ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഫ്ലെക്സ് ഇടുന്നേ. ഇവിടെ അമ്മയുടെ പ്രസിഡന്റ് എവിടെയാണാവോ? ഞാനിവിടെ ഇത് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞ സംവിധായകരെ ഇവിടെ ലാൽ ജോസ് വിളിക്ക് എനിക്ക് കാണണം. എന്റെ ആദ്യത്തെ സിനിമ മുതല് ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മലയാളികൾക്കും എന്റെ നന്ദി. ഒരു സിനിമ സംവിധാനം ചെയ്യണ പോലെയല്ല ഒരു സ്റ്റേജ് ഷോ. അതുകൊണ്ട് എന്റെ കൂടെ 2 സംവിധായകരോട് വേറെ ഉണ്ട്. അവരെ ഞാൻ വിളിക്കാം. ആദ്യമായിട്ട് സിദ്ദിഖിനെ വിളിക്കുന്നു. ഈ തിരുവോണം മാലൂരിലെ മലയാളികളോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ലാലിന് ഞാൻ മൈക്ക് കൈമാറുന്നു. പ്രിയമുള്ളവരെ, കോളേജിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതും നന്നാവും. അതുകൊണ്ട് അനുകരിക്കണം. എന്നാ അമ്മയുടെ പരിപാടി തുടങ്ങല്ലേ? അമ്മയുടെ പ്രസിഡന്റ് വൈകിട്ട് തുടങ്ങും. അതോന്ന് ആലോചന മോനെ ആയുണ്ടോ മോനെ? അമ്മയുടെ നായകനൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മയുടെ പ്രസിഡന്റ് നമ്മൾ ആദ്യമായിട്ട് വെക്കാം. നിന്റെ അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല പറഞ്ഞത്, അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ്. എന്താണോ ഇവിടെ വെട്ടം വിളിച്ചൊന്നിലൂടെ മിണ്ടാവന്റെ ഇങ്ങനെ ദൂരം ഓട്ടമോ? എടോ ഇത് താഴെ കൂടെ നിൽക്കുവാണോ? മഹാബലിയായിട്ട് വേഷം കെട്ടാൻ അങ്ങോട്ട് വേണേ. എന്നിട്ട് വേണം എനിക്ക് ഗ്രൂപ്പായിട്ട് പറയാൻ. ഗ്രൂപ്പ് ഈ പ്രാവശ്യം ഞാൻ തന്നെ കെട്ടണല്ലേ. എന്നാ പരിപാടി തുടങ്ങട്ടെ. ഈ പരിപാടിയുടെ ആമുഖം സംസാരിക്കാനായിട്ട് നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ വിളിച്ചോളുന്നു. നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലായിരിക്കും ഇതിന്റെ ആമുഖം പറയുന്നത്. കൂടുമില്ലാതെ അലയുന്ന പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന വേനൽമഴയിൽ കോളിയോറിലെത്തി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ പടയിൽ. എന്തുണ്ട് ഈ ഓട്ടക്കാലങ്ങളുടെ കയ്യിൽ? ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഒരു കീറ കയറി. ഒടുവിൽ ഗുരുവിന്റെ കബറിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. എന്റെ പൊന്നും മോഹൻലാൽ, എന്തിനാണോ ഇത് ഇവിടെ പറയുന്നത്? ചുമ്മാ പണ്ട് നാടുവാണിരുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഓണാഘോഷിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ ഓണം ഞങ്ങളും മലയാളത്തിന്റെ താരങ്ങളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ താരങ്ങളോടൊപ്പം. നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷം? ചുമ്മാ സവാരി ഗിരിഗിരി. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഈശ്വര പ്രാർത്ഥന പാടുന്നതിന് വേണ്ടിയിട്ട് മലയാളത്തിന്റെ കാരണവർ മധുസാറിനെ വിളിക്കുന്നു. എടാ ലാലു, പപ്പടവും പഴവും പായസം കൂട്ടി ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. എന്റെ മധുസാറെ, അത് പിന്നെ പരിപാടി കഴിയുമ്പോൾ കിട്ടും. ഇപ്പൊ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന എന്ന് പാട്. എന്നാ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്റെ ഈശ്വര പ്രാർത്ഥന വിളിച്ചോളൂ. കൊച്ചുമുലാളി,
ഇത്രയും കാലമായിട്ടും ഈ പാട്ട് മാറ്റാറായില്ലേ കൊച്ചു മുതലാളി? ഈ പാട്ട് പാടിയാൽ ലോകത്തിന്റെ എവിടെയുണ്ടെങ്കിലും നീ വഴുമെന്ന് എനിക്കറിയാം. എന്നാലും ഈ പാട്ടൊന്നും മാറ്റു കൊച്ചു മുതലാളി. എന്നാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ പാട്ട് പാടാം. Why this കൊലവഴി? ചോദിച്ചത് കേട്ടില്ലേ? Why this കൊലവഴി എന്ന്? എന്റെ കൊച്ചു മുതലാളി. കഴുത്തമേ, നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാം. നിങ്ങൾ അവിടെ പോയി കൊച്ചു വർത്തമാനമോ വലിയ വർത്തമാനമോ എന്താന്ന് വെച്ചാൽ പറഞ്ഞിരിക്കും. തിരുവോണത്തിന്റെ അനുഭവങ്ങൾ പങ്കിടാൻ ശ്രീ ബാലചന്ദ്രൻ മേനോൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. കുഞ്ഞുനാളില് തിരുവോണത്തിന് പൂക്കൾ പറിക്കാനായിട്ട് തൊടിയിലേക്ക് പോവുമായിരുന്നു. അന്നൊക്കെ എന്തോരം പൂക്കളാ തൊടിയില്. ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും റോസാപ്പൂവും അങ്ങനെ. അന്നൊക്കെ ഞങ്ങളൊരു പാട്ട് പാടുകയാണ്. കാറ്റേ വാ കാറ്റേ വാ വന്ന് ഇട്ടേച്ചു പോ. എന്നിട്ട് കാറ്റ് വന്ന് ഇട്ടേച്ചു പോയാന്നോ? ഇല്ല, മറിച്ച് കാക്ക വന്ന് ഇട്ടേച്ചു പോയി. എന്താണ് കാക്ക വന്ന് ഇട്ടേച്ചു പോയത്? കാഷ്ടം. കഷ്ടം. എന്റെ പൊന്നു ബാലചന്ദ്രൻ മേനോനെ. എവിടേക്ക് സലീം കുമാർ പോകുന്നത്? എല്ലാവരും പറഞ്ഞു കിച്ചണിൽ പോയ ബിരിയാണി കിട്ടുന്നു. ബിരിയാണി എന്നെ കാണാൻ ക്ലാമറതും ഉടുക്ക തുടങ്ങി. എന്റെ പൊന്നു സലീം കുമാറെ, ഓണമായിട്ട് ആരെങ്കിലും ബിരിയാണി കൊടുക്കോ? മണ്ണന്മാര് പോകണമെന്നില്ലേ? എന്നാ ഞാൻ പോട്ടെ. എവിടെ? കിച്ചണിലേക്ക് പോട്ടെ. എന്തിനാ താൻ കിച്ചണിലേക്ക് പോകുന്നത്? ചിലപ്പോ ബിരിയാണി കൊടുത്താലോ? ബിരിയാണി. അടുത്തതായിട്ട് സുരേഷ് ഗോപി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു കോടീശ്വരൻ എന്ന പരിപാടിയുമായിട്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഞാൻ പാടുന്ന പാട്ടിന്റെ വിട്ടുപോയ വരികൾ പൂരിപ്പിക്കുക. അപ്പങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുട്ടമായി, അമ്മായി ചുട്ടത് ടാഷുക്കായി. ഓപ്ഷൻസ് ഉണ്ട്: നെല്ലിക്കായി, ഏത്തക്കായി, ആരാണ്ടുക്കായി, മരുമോനിക്കായി. ഗുരുജി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഉത്തരം പറയണം. എന്നാ മാത്രമേ നമ്മുടെ പരിപാടി ഇങ്ങനെ മുമ്പോട്ട് പോകൂ. ഞാനങ്ങ് പോകട്ടെ. എന്റെ കൽപ്പന നിനക്കെന്താ? എവിടെ ചെന്നാലും നിന്നെ കണ്ണിറക്കി കാണിക്കാൻ മാത്രം ആൾക്കാരുണ്ട്. എന്റെ കർത്താവ് അതല്ല, നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ അതിന് മനോഹരമായിട്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് എന്റെ തിരുവോണ ആശംസകൾ. അടുത്തതായിട്ട് ഭീമൻ രഘുവിന്റെ ഡാൻസാണ്. വാച്ച് ഇറ്റ്. ഓട്ടപ്പുറം മൈതാനം ഞങ്ങൾ കോഴിക്കോടങ്ങാടി വരെ ഓടിച്ചിട്ട് തള്ളിയതാ ഈ പാപ്പു മോനെ. ഞാനിപ്പോ പാട്ട് പാടും, നന്നായി ഡാൻസ് ചെയ്യും. ഇപ്പൊ നല്ല കോമഡിയാ. പിടിച്ചോ. എന്റെ ഡാൻസ് ചെയ്യാൻ എന്റെ കാല് വേദന എടുക്കുന്നു. അതുകൊണ്ട് പിന്നെ ചെയ്യാം. ശരി. കയ്യടിയില്ല, മോശമായതുകൊണ്ടാണോന്ന് അറിയില്ല. മലയാളത്തിന്റെ താരങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരു സർപ്രൈസ്. തമിഴിന്റെ ഇളയ ദളപതി വന്നിരിക്കുന്നു. ഏറ്റവും സൂപ്പറാണ്. ഒരു പാട്ടി മുടിവ് പണിട്ടാ എൻ പേച്ച് നാനേ കേൾക്ക മാട്ടെ. എല്ലാവർക്കും തിരുവോണാശംസകൾ. നമ്മ തമ്മി ഒരു കണക്കുണ്ടായിരുന്നു. അതെ, എന്നെ മനസ്സായില്ലേ? ഞാനാ അശോകൻ. ലാലിച്ച തിലകം വന്ന ഗുരുവായൂരമ്പലത്തിൽ
പ്രശ്നം. ഒരു പുഷ്പാഞ്ജലി. എന്ത് ദൈവമേ, തിലകൻ ചേട്ടൻ എവിടെ എത്തിയോ? തിലകൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ദേ കാണോ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെ പൊന്നു തിലകൻ ചേട്ട, അത് പിന്നെ എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനൊരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എൻ്റെ വ്യക്തി വരുമാനം എന്ന് പറയുന്നത് 3,58,46,075. പാവപ്പെട്ടവർക്ക് ലക്ഷങ്ങൾ ഞാൻ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നു. എന്നാലും വിദേശ വസ്ത്രങ്ങളോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, വീട്ടിലിരിക്കുന്നത് വിദേശ വസ്ത്രമല്ലേ എന്ന്. നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ഈ വസ്ത്രം ഞാൻ അയച്ചു കളയാൻ പോവാ. എന്റെ പൊന്നു തിലകൻ ചേട്ടാ, ചതിക്കരുത്. ഇത് മാന്യമായിട്ട് നടന്നു പോകുന്ന പരിപാടിയാ. അമ്മ എന്ന താരസംഘടനയെ തന്നെ പുറത്താക്കാൻ പലരും പലരെയും കളിച്ചു. എൻ്റെ അവസരങ്ങളെല്ലാം ഇവിടെയുള്ള ഒരു പൊക്കം കുറഞ്ഞ നാട് തട്ടിയെടുക്കുകയാണ്. താനെന്താണോ ഈ പറയുന്നത്? ഇവിടെ ഒന്നും കിട്ടിയില്ല, എനിക്കാരും ഒന്നും തന്നില്ല. തന്റെ അവസരങ്ങളെല്ലാം ഞാനാ തട്ടിയെടുക്കണേന്ന് പറഞ്ഞാ ഇവിടെ ഇരിക്കണം ജനങ്ങൾ അത് വിശ്വസിക്കില്ല. കാരണം ഞാൻ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് കാലം എത്രയായി? എടോ, ഇന്ന് തന്നെയും എന്നെയും പോലെയുള്ളവരെയല്ല വേണ്ടത്. ദേ സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് നടക്കുന്നതേ ഇവനില്ലേ, ഇവനെയാ ഇന്നത്തെ ജനങ്ങൾക്ക് ആവശ്യം. രാത്രി ശിവരാത്രി, എന്നും ശിവരാത്രി. താനെന്താണോ തലയും പാലുമില്ല? എനിക്ക് പെട്ടെന്ന് ശരിക്കും സൂപ്പർ സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും പിരിഞ്ഞു പോയല്ലേ. നന്ദി, നമസ്കാരം.